നോമ്പ് ഉറങ്ങി എന്നെ വിളിച്ചില്ല. മച്ചാനെ എല്ലാവരും വിളിച്ച് എന്റെ ഹൃദയം തകർത്ത കേസാണ്. അടുത്ത പ്രാവശ്യം എന്തായാലും വിളിച്ചാൽ നിങ്ങൾ വരൂ. ഈ വ്ലോഗ് എന്താണെന്ന് അറിയാം, മാഹിൻ മച്ചാനെ ഞാൻ ഇങ്ങ് വിൽക്കാൻ പോവാണ്. മാഹിൻ മച്ചാനെ വിറ്റ് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ സാറിന് ചെയ്യുന്ന സാധനം ഈ കടയെ വിൽക്കും, സാധനങ്ങൾ നമ്മൾ വിൽക്കും. അന്തും വരുന്നുണ്ട്, അന്തുവിനെ വിൽക്കാം നമുക്ക്. എല്ലാം കൂടി തിന്ന് നിർത്തി എനിക്ക് വെച്ചിരിക്കുന്ന ഒരു വേണ്ടാത്ത ആർക്കും വേണ്ടാത്ത 7 മണിക്കല്ല വരേണ്ടത്. മാഹിൻ ഡ്യൂട്ടി. ഇതെന്താ ഇതിന്റെ പേരെന്താ? ഇത് കോവളം ബീച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗുമായിട്ട് ഞാൻ എത്തിക്കുകയാണ്. പതിവ് പോലെ തന്നെ എന്റെ കൂടെ ആരുണ്ട്? ഉണ്ട്. അളിയ, ഇന്ന് നമ്മള് വീണ്ടും ഒരു ഇഫ്താറിന് പോകാൻ പോവുകയാണ് അല്ലേ? ഈ മാസം പൊളക്കാണ് നമ്മള്. ഇത് ഏഴാമത്തെ 8ാമത്തെ സ്റ്റുഡിയോയിൽ ഇത്രയും കൂടുതൽ ലൈറ്റ് ഒക്കെ ഉള്ളപ്പോ പിന്നെ ഞാൻ പേടിക്കണം. 8ാമത്തെ ഇഫ്താറാണ്. ഇന്നത്തെ ഇഫ്താർ എന്ന് പറയുന്നത് മാഹിൻ മച്ചാന്റെ കൂടെയാണ്, വെള്ളയമ്പലത്തുള്ള ആലിബാബ ആൻഡ് 41 ഡിഷസിൽ. അപ്പൊ ഞാൻ മാഹി മച്ചാനെ എവിടെയാണോ എവിടെയോ വിളിച്ച് പറഞ്ഞ് എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. എന്തായാലും സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാഹി മച്ചാൻ ഫുഡടിയുടെ കൂടെ മാഹി മച്ചാനെ ഞാൻ വിറ്റ് റീച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. മാഹി മച്ചാനെ വിറ്റ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അതാണ് മെയിൻ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം. അങ്ങനെ വെള്ളയമ്പലത്തുള്ള ആലിബാബ ആൻഡ് 41 ഡിഷസിന്റെ ഫ്രണ്ടിൽ ഞാനും അളിയനും കൂടെ എത്തി നിൽക്കുകയാണ്. ഇതാണ് ആലിബാബ ആൻഡ് 41 ഡിഷസ്. മാഹിൻ മച്ചാൻ ഇതുവരെ എത്തിയിട്ടില്ല. മാഹിൻ മച്ചാൻ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൺ ദ വേ ആണ്. ഒടുവിൽ എത്തിയിരിക്കുകയാണ് മാഹിൻ മച്ചാൻ. മച്ചാനെ ഞാൻ വിചാരിച്ചു മച്ചാൻ നമ്മുടെ പ്രാങ്ക് ചെയ്യുന്നതായിരിക്കുമെന്ന്. ഇവിടെ വരെ വിളിച്ചു വരുത്തിയിട്ട് ഞാനല്ല ഇവനാണ് പറഞ്ഞത്, ഇവിടെ വരെ വിളിച്ചു വരുത്തിയിട്ട് പ്രാങ്ക് ചെയ്യുന്നതായിരിക്കുമെന്ന്. ശരിക്കും വന്നു കേട്ടു. സമയത്ത് അങ്ങനെ ചെയ്യില്ല. നോമ്പ് സമയത്ത് ആരെയും പ്രാങ്ക് ചെയ്യത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗ് എന്താണെന്ന് അറിയാം, മാഹിൻ മച്ചാനെ ഞാൻ ഇങ്ങ് വിൽക്കാൻ പോവാണ്. മാഹിൻ മച്ചാനെ വിറ്റ് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ സാറിന് ചെയ്യുന്ന സാധനം ഇപ്പൊ ഞാനല്ലേ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വിറ്റ് അങ്ങ് റീച്ച് ഉണ്ടാക്കാം. അപ്പൊ മച്ചാനെ ഇന്ന് ഇവിടെയാണ് നമ്മുടെ ഇഫ്താറും ബാക്കി കാര്യങ്ങളും അല്ലേ? ഉറപ്പായിട്ട് ഇന്ന് നമ്മള് ഈ കടയെ വിൽക്കും, സാധനങ്ങൾ നമ്മൾ വിൽക്കും, എല്ലാം വിറ്റ് നമ്മൾ കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കും. അന്തും വരുന്നുണ്ട്, അന്തുവിനെ വിൽക്കാം നമുക്ക്. നല്ല കളക്ഷൻ ആണല്ലോ നിനക്ക്. എല്ലാരും വിൽക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ എന്തായാലും അകത്തോട്ട് പോവാം. ഓക്കെ, ഇതെന്താ സാധനം? മുട്ടയാണോ? മുട്ട ബജി. ഇത് കട്ട്ലേറ്റ്. അന്ത് വരാനുള്ള ക്ഷമ നമുക്കില്ല, അതുകൊണ്ട് ഓരോന്നും വെച്ചേക്കാം. അന്തിന് ഒരെണ്ണം വെച്ചേക്കാം. ഇതെന്തോന്നു? ഓക്കെ. മാഹി മച്ചാനെ പിന്നെയും വിൽക്കുന്നു, അവനും വിൽക്കുന്നു, എല്ലാരും വിൽക്കുന്നു. ഇൻസേർട്ട് ഒക്കെ ചെയ്ത് വന്നു. വാർത്ത വായിച്ചിട്ടാണോ വന്നത്? നേരെ ഇറങ്ങിയത്. കഴിച്ചോളൂ. ഞാനിന്ന് അന്തുവിനെ വിറ്റ്, അന്തുവിനെ വ്ളോഗിൽ ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് അന്തുവിന്റെ ഓരോ എക്സ്പ്രഷൻ വരെ ഞാൻ ഇങ്ങനെ വിറ്റ് ഞാൻ കണ്ടന്റ് ആക്കി ഞാൻ യൂട്യൂബിലിട്ട് പൈസ വാങ്ങിക്കും. എത്ര നേരം വിറ്റ് കഴിഞ്ഞിട്ട് എനിക്കൊന്നും തിന്നായിരുന്നേ. അല്ല, കഴിക്കൂ, അതൊക്കെയാണ്. അന്തു ഹായ് പറയണ്ട വ്ളോഗിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിവിടുന്ന് ഇവിടെ ഇഫ്താറിന് എത്തിയില്ല, എന്നാലും നമുക്ക് ഫുഡ് കഴിക്കാൻ കറക്റ്റ് സമയത്ത് എത്തി. അത് വന്നാൽ മതിയല്ലോ. 2 കൂടെ വെച്ചിരുന്നു, കിട്ടിയായിരുന്നോ? ഉണ്ടല്ലോ 1.5 പ്ലേറ്റ് എല്ലാം കൂടി തിന്ന് നിർത്തി എനിക്ക് വെച്ചിരിക്കുന്ന ഒരു വേണ്ടാത്ത ആർക്കും വേണ്ടാത്ത 7 മണിക്കല്ല വരേണ്ടത്. മാഹിൻ ഡ്യൂട്ടി. അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അഭിനയം. അങ്ങ് ജീവിക്കുകയാണ് അങ്ങ്. ഇവിടെ ഹാർഡ് വർക്കിൻ്റെ അങ്ങേയറ്റം. ഞാനിവിടെ വെറുതെ ഒന്ന് നിൽക്കുന്നത് പോലെ ഇവിടെ നിന്ന് എല്ലാവരെയും വിറ്റ് ഞാൻ കണ്ടന്റ് എടുക്കുന്നു. ഉണ്ണിയപ്പം അല്ല, ചിക്കൻ ഫ്രൈ. അങ്ങ് അഭിനയിച്ച് തകർക്കാണ്, ജീവിക്കുകയാണ് ജീവിതമാക്കിയാണ്. ഫുഡ് വന്നിട്ടുണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട്. ബിരിയാണി നോക്കിയേ, ചിക്കൻ ബിരിയാണി, ചമ്മന്തി, അച്ചാറ്, റൈത്ത, മാഹി മച്ചാൻ, അന്തു, ബാസിത്ത്, പപ്പടം എല്ലാം ഉണ്ടല്ലേ? ബ്രൂജ് മാത്രമല്ല, സെറ്റ് സാധനം ദേ വന്ന്. ഇതായിരിക്കും ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം കേട്ടോ. ആലിബാബ സ്പെഷ്യൽ തവ പ്രോൺസ് ഫ്രൈ.
ബിരിയാണി ഉണ്ട്, ഇത് ആലിബാബ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. ഇല്ല ഇല്ല കാണിക്കുന്നില്ല. ഇതിന്റെ റിവ്യൂ ഞാൻ പറയും. ഞാൻ ഫുഡ് ബ്ലോഗർ ആവാൻ പോവാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്തെ ഫുഡ് ബ്ലോഗേഴ്സിന് തപ്പി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. തട്ടിയാണ് വിഷം ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര ടേസ്റ്റ്, ഓൾറെഡി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ കൂടെ വിശപ്പും കൂടെ ആകുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റ്. ഇവിടെ നല്ല പുള്ളിങ്ങ വേറെ ഒന്നുമില്ല. എങ്ങനെയുണ്ട്? നിങ്ങളിവിടെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇനി കഴിച്ചിട്ട് വരാം കേട്ടോ. കോക്കനട്ട് പുഡിംഗ് എത്തിയിട്ടുണ്ട്. ആലിബാബ സ്പെഷ്യൽ കോക്കനട്ട് പുഡിംഗ്. മച്ചാൻ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? നാക്കിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വഴുവഴുപ്പും നല്ല ഇരുട്ടും. അടിപൊളിയാണ്. ഇത് പേരെന്താ? ഇത് കോവളം ബീച്ച്. ഇത് ഇവിടെ വേറെ ഉണ്ട്, നീലയുണ്ട്. ആ, നീല കളർ കിടപ്പുണ്ട് അല്ലേ? ബീച്ച് ഉണ്ട് ഇവിടെ. സെറ്റ്. അന്തോ പോന്ന അന്തോ ഒരു പ്രത്യേക ഒരു സാഹചര്യം എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ പോയി ടാറ്റ പറഞ്ഞിട്ട് പോ. വ്ളോഗിന് ടാറ്റ പറ. വിട്ട് പിരിയുന്നില്ലല്ലോ. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണുന്നത് തിന്നാൻ. ബൈ ബൈ മോനെ. അപ്പൊ താങ്ക് യു. വിൽക്കാൻ വേണ്ടിട്ട് നിന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി നമ്മൾ പോട്ടെ. വേൾഡ് വൈഡ് നമ്മൾ അതെ, വിറ്റ് റീച്ച് ഉണ്ടാക്കുന്നു. പിന്നെ പലരും നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അവർ പറയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. അപ്പൊ കിട്ടുന്ന ഒരു വിഷമം, കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഇടുമ്പോഴേ അവര് റിപ്പോർട്ട് അടിക്കാതെ കേസ് കൊടുക്കും. നിങ്ങളെ ഞാൻ മര്യാദയ്ക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇനി വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വന്നോളും. ഇങ്ങനത്തെ വീഡിയോസ് അല്ലേ ചെയ്യുന്നത്. അയ്യോ നാരായണൻകുട്ടി, മൈ വ്ളോഗ്, സേ ഹായ് ടു മൈ വ്ളോഗ്. ഹലോ. നമുക്ക് ഇന്ന് ഒരുപാട് ആൾക്കാരെ വിൽക്കാൻ കിട്ടിയിട്ടുണ്ട്. മാഹിമച്ചനെ കിട്ടി, അന്തൂനെ കിട്ടി, നാരായണൻകുട്ടിയെ കിട്ടി, എഡിറ്റർ നിതിൻ ഓവറിനെ കിട്ടി. എല്ലാവരും ഞാൻ വിറ്റ് കണ്ടന്റ് ആക്കി ഞാൻ പൈസ ഉണ്ടാക്കി യൂട്യൂബിലിട്ട്. കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? നീ വിളിച്ചില്ല, നോമ്പുറക്കെ എന്നെ വിളിച്ചില്ല. ആ, കണ്ടെടുത്ത് കിടന്ന ഞാൻ എങ്ങനെ വിളിക്കാം? ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ പെരുന്നാളിന് എങ്ങനെ? പെരുന്നാളിന് ഞെരിക്കാം. അപ്പൊ നീ ബ്ലോഗിന്റെ അടുത്ത് എന്തെങ്കിലും പറ, ഒരു ഹായ് പറ. ഹായ് ബ്ലോഗ്. ഇവൻ പെരുന്നാളിന് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ പൊങ്കാലിട്ടണം. ഇനിയും വിൽക്കാം. നമുക്ക് ആൾക്കാർ ഓൺ ദ വേ ആണ്. അവരെയും കൂടെ വിറ്റിട്ട് നമുക്ക് വീട്ടിൽ പോകും. ഓക്കെ. അങ്ങനെ മാനവീയത്ത് ചുമ്മാ ഇങ്ങനെ വന്നു വന്നപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ കൂടെ കിട്ടി. എല്ലാവരും വിറ്റ് ഞാൻ കണ്ടന്റ് ആക്കിയാണ്. നാട് മൊത്തം ഓടി കിടന്ന് വിൽക്കുകയാണ് ഗൈസ്. നോമ്പ് പുറകെ എന്നെ വിളിച്ചില്ല. മച്ചാനെ എല്ലാവരും വിളിച്ച് എന്റെ ഹൃദയം തകർത്ത കേസ്. അടുത്ത പ്രാവശ്യം എന്തായാലും വിളിച്ചാൽ നിങ്ങൾ വരുമോ? പിന്നെ ഞാൻ വരാണ്ട്. വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വരൂലേടാ. അടുത്ത വർഷം ഞാൻ വിളിക്കും. വിളിയടാ. ഉറപ്പ്. വന്നില്ലെങ്കിലാണ് വ്ളോഗ് സത്യം. നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും വന്നു. ഹലോ ഷിപ്പിന്റെ വ്ളോഗ് എന്തൊക്കെ സുഖമാണ്. ഇവര് സാബുണ്ണനെ കാണാനാണ് പോണത്. അതുകൊണ്ട് മാത്രം ഞാൻ പോണില്ല. ബാബ അറേബ്യയില് കാർത്തികേട്ടാ, സാബുണ്ണനെ എന്റെ വക ഒരു ഹായ്. ഞാൻ പറഞ്ഞേക്കാടാ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ടാറ്റ. ബൈ ബൈ.